നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ വളരെയധികം സന്തോഷം വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഭാഗ്യം, സമൃദ്ധി ഇവയൊക്കെ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കാനും ബഹുമാനിക്കാനുമൊക്കെ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഒരു സങ്കടത്തിലൂടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു വന്നതെങ്കിൽ ഇനി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു നിമിഷത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും പുതിയൊരു ജോലി ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ജോലി, ബിസിനസ് എന്നിവയിലൂടെ വളരെയധികം സാമ്പത്തിക മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അതേപോലെ നിങ്ങളിൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ വളരെ കാലമായിട്ട് തുടർന്ന് പോരുന്ന ഒരു സംഘർഷമായിരിക്കാം അത്. നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ടോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ പ്രശ്നത്തിലുള്ളത്. അപ്പോൾ ഇവിടെ ആരെയും പരസ്പരം കേൾക്കാനോ അംഗീകരിക്കാനോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളുമാണ് വലുത്. അതിനാൽ തന്നെ ആ ഒരു പ്രശ്നത്തെ ഒരു തരത്തിലും പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം എന്നുള്ളതാണ്. ഓരോരുത്തരും എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുക. എല്ലാവരുടെയും വാക്കുകൾ കേട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നതിലൂടെ ഈ ഒരു സംഘർഷത്തെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കഷ്ടപ്പാടിനുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ കഴിവുകളെ നിങ്ങൾ അവഗണിക്കരുത് എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം മറ്റുള്ളവരുടെ സഹകരണത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിൽ പലരിലേക്കും വളരെയധികം ശക്തി കടന്നു വരുന്നുണ്ട്. പലതിനെയും അതിജീവിക്കാനും പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെയുള്ള ഒരു ധൈര്യം, തൻ്റെ ഇടം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ സംഭവിച്ച ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതായത് വളരെ വലിയൊരു നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട, വിശ്വസിച്ച നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ജോലി, അതേപോലെ നിങ്ങളുടെ ബിസിനസ്സിലുണ്ടായ തകർച്ച, അങ്ങനെ എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കിട്ടുമോ എന്ന് ചിന്തിച്ച് പലരും വളരെയധികം ആശങ്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികളുടെ ചതിയോ വഞ്ചനയോ ഒക്കെ മൂലമാവാം ഇത്തരത്തിലൊരു നഷ്ടം നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കും എന്ന ഒരു പ്രതീക്ഷ നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിച്ചിരിക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം വീണ് കിടക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവണം എന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടബോധം ഉണ്ടാക്കുന്ന, നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളാനും വിട്ടുകളയാനും തയ്യാറാവണം എന്നുള്ളതാണ്. ഇവിടെ നിലവിൽ ഇത്തരത്തിലൊരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു സമയം അനിവാര്യമാണെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ എന്തുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ സംഭവിച്ചു എന്ന്
ഉടനെ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വന്നു ചേർന്ന വേദനയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജിയെ പുറത്തേക്ക് കൊണ്ടുവരാനുമൊക്കെ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കാം ഉള്ളത്. എന്നാൽ ഇത്തരം തിരിച്ചടികൾ നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് നിങ്ങൾക്ക് വളരെയധികം സഹായകമാവും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള കഴിവുകളൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഴിവിനെ വികസിപ്പിച്ചെടുക്കാനായിട്ട് പലരും ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലരിലും കാണുന്നുണ്ട്. അതായത് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് വന്നു ചേരുന്നുണ്ട്. അതിനാൽ തന്നെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആശങ്കയിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത്. ആ ഒരു കാര്യം ചെയ്താൽ അത് ശരിയാവുമോ തെറ്റാവുമോ എന്നുള്ള ഒരു ആശങ്ക നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതിനെ അനുകൂലിക്കാനും വിമർശിക്കാനും ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും കാണും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സന്തോഷകരമായിട്ടുള്ള പല വാർത്തകൾ കേൾക്കാൻ, അതേപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ദൈവാനുഗ്രഹം വളരെയധികം കൂടുതലായിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതിനാൽ തന്നെ നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെ പരിശ്രമത്തിൻ്റെ ഒക്കെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ എപ്പോഴും പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിലും ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.